നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പാത്ത് ഇൻഡിപെൻഡൻസിനെ കുറിച്ചും കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്സിനെ കുറിച്ചും പഠിച്ചിരുന്നു. ഇനി നമുക്ക് പാത്ത് ഇൻഡിപെൻഡൻസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറംസ് നോക്കാം. അതിനു മുൻപായിട്ട് അവിടെ ആവശ്യം വരുന്ന ചില ബേസിക് ടേംസ് ഡിഫൈൻ ചെയ്യാം. ആദ്യം പ്ലെയിനിലെയോ സ്പേസിലെയോ റീജിയൻ കണക്റ്റഡ് ആവാനുള്ള കണ്ടീഷൻ നോക്കാം. പ്ലെയിനിലെയോ സ്പേസിലെയോ റീജിയൻ കണക്റ്റഡ് ആണ് എന്ന് പറയണമെങ്കിൽ ആ റീജിയനിലെ ഏത് പെയർ ഓഫ് പോയിന്റ്സ് എ ആൻഡ് ബി ചൂസ് ചെയ്താലും അവയെ ജോയിൻ ചെയ്യുന്ന ഒരു പീസ് വൈസ് സ്മൂത്ത് കർവ് എൻറ്റയർലി ആ റീജിയനിൽ ലൈ ചെയ്യണം. ഇവിടെയുള്ള ഫസ്റ്റ് ഫിഗറിലെ റീജിയൻ കണക്റ്റഡ് ആണ്, ബട്ട് സെക്കൻഡ് റീജിയൻ കണക്റ്റഡ് അല്ല. എയും ബിയും ഇതുപോലെ ചൂസ് ചെയ്താൽ അവയെ ജോയിൻ ചെയ്യുന്ന റീജിയൻ ആറിൽ എൻറ്റയർലി ലൈ ചെയ്യുന്ന വിധത്തിൽ ഒരു കർവ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ഷെയ്ഡഡ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമാണ് റീജിയൻ ആറിലുള്ളത്. ആ റീജിയൻ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ആ റീജിയൻ കണക്റ്റഡ് അല്ല. ദെൻ ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ റീജിയൻ കണക്റ്റഡ് ആയിരിക്കണം. അതുപോലെ ആ റീജിയനിൽ എൻറ്റയർലി ലൈ ചെയ്യുന്ന എല്ലാ സിമ്പിൾ ക്ലോസ്ഡ് കർവ്സും കണ്ടിന്യൂസ്ലി ഷ്രിങ്ക് ചെയ്ത് റീജിയൻ ആറിനെ ലീവ് ചെയ്യാതെ ഒരു സിംഗിൾ പോയിന്റിലേക്ക് എത്തിക്കുവാൻ സാധിക്കണം. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ സി റീജിയനിൽ എൻറ്റയർലി ലൈ ചെയ്യുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ ആ കർവിന്റെ ഇന്റീരിയറും റീജിയനിൽ എൻറ്റയർലി ലൈ ചെയ്യണം. സിംപ്ലി കണക്റ്റഡ് റീജിയൻസിനെ റീജിയൻ വിത്തൗട്ട് ഹോൾസ് എന്നും പറയാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്റ്റഡ് റീജിയൻ സിംപ്ലി കണക്റ്റഡ് ആണ്, ബട്ട് ഇവിടെ തന്നിരിക്കുന്ന റീജിയൻ സിംപ്ലി കണക്റ്റഡ് അല്ല. ആ റീജിയൻ കണക്റ്റഡ് ആണ്, ബട്ട് സിംപ്ലി കണക്റ്റഡ് അല്ല. കാരണം ആ റീജിയന് ഹോൾസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഹോളിന് ചുറ്റുമായിട്ട് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് സി ചൂസ് ചെയ്താൽ റീജിയനെ ലീവ് ചെയ്യാതെ ആ കർവിനെ ഒരു സിംഗിൾ പോയിന്റിലേക്ക് ഷ്രിങ്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല. സോ ആ റീജിയൻ സിംപ്ലി കണക്റ്റഡ് അല്ല. നേരത്തെ പറഞ്ഞ സെക്കൻഡ് റീജിയൻ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് സിംപ്ലി കണക്റ്റഡും ആവുകയില്ല. കണക്റ്റഡ് അല്ലാത്ത റീജിയൻസിനെ ഡിസ്കണക്റ്റഡ് റീജിയൻസ് എന്ന് വിളിക്കും. സിംപ്ലി കണക്റ്റഡ് അല്ലാത്ത കണക്റ്റഡ് റീജിയൻസിനെ മൾട്ടിപ്ലി കണക്റ്റഡ് എന്ന് പറയും. സോ ലാസ്റ്റ് ഫിഗറിലെ റീജിയൻ മൾട്ടിപ്ലി കണക്റ്റഡ് ആണ്. ദെൻ ഒരു റീജിയൻ അതിന്റെ ബൗണ്ടറിയിലെ ഒരു പോയിന്റിനെയും കണ്ടെയ്ൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ റീജിയൻ ഓപ്പൺ ആയിരിക്കും. ഇനി നമുക്ക് പാത്ത് ഇൻഡിപെൻഡൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള തിയറംസ് നോക്കാം. ഫസ്റ്റ് വൺ, തിയറം 9.9.2 equivalent concepts. In an open connected region R, integral over C f dot dr is independent of path C if and only if the vector field f is conservative in R. അതായത് ഒരു കണക്റ്റഡ് ഓപ്പൺ റീജിയനിൽ ഡിഫൈൻഡ് ആയ വെക്റ്റർ ഫീൽഡ് ആണ് എഫ് എന്ന് വിചാരിക്കുക. ദെൻ ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ പാത്ത് ഇൻഡിപെൻഡന്റ് ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ വെക്റ്റർ ഫീൽഡ് എഫ് റീജിയൻ ആറിൽ കൺസർവേറ്റീവ് ആവണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് തിയറത്തിലും മറ്റൊരു ഈക്വലന്റ് കോൺസെപ്റ്റ് ആണ് പറയുന്നത്. തിയറം 9.9.3 In an open connected region R, integral over C f dot dr is independent of the path if and only if integral over C f dot dr equal to 0 for every closed path C in R. ഒരു ഓപ്പൺ കണക്റ്റഡ് റീജിയൻ ആറിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ പാത്ത് ഇൻഡിപെൻഡന്റ് ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ റീജിയൻ ആറിലെ ഏത് ക്ലോസ്ഡ് പാത്ത് സി ചൂസ് ചെയ്താലും ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ 0 ആയിരിക്കണം. നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാം. ആദ്യം ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ദെൻ റീജിയൻ ആറിലെ ഏതൊരു ക്ലോസ്ഡ് പാത്ത് സി ചൂസ് ചെയ്താലും
ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ 0 ആയിരിക്കുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. റീജിയൻ ആറിലെ ഏതെങ്കിലും ക്ലോസ്ഡ് കേർവ് സി ചൂസ് ചെയ്യുന്നു. ആ കേർവിലെ ഏതെങ്കിലും രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് എയും ബിയും ചൂസ് ചെയ്യുക. ദെൻ കേർവ് സിയുടെ എ മുതൽ ബി വരെയുള്ള പോർഷനെ C1 എന്നും ബി മുതൽ എ വരെയുള്ള ഈ പോർഷനെ C2 എന്നും ഡിനോട്ട് ചെയ്യുന്നു. ദെൻ സി ഈക്വൽ ടു C1 യൂണിയൻ C2. ദെൻ ലൈൻ ഇന്റഗ്രൽസിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C1 എഫ് ഡോട്ട് ഡി ആർ പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 എഫ് ഡോട്ട് ഡി ആർ. കേർവ് C2 പോയിന്റ് ബി മുതൽ പോയിന്റ് എ വരെയുള്ള കേർവ് സിയുടെ പോർഷനാണ്. ദെൻ മൈനസ് C2 സെയിം പാത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതാണ്. അതായത് ഡയറക്ഷൻ മാറും എന്ന് മാത്രം. മൈനസ് C2 എയിൽ നിന്നും ബിയിലേക്കുള്ള പാത്താണ്. സോ ലൈൻ ഇന്റഗ്രൽസിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓവർ C2 എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു മൈനസ് ഓഫ് ഇന്റഗ്രൽ ഓവർ മൈനസ് C2 എഫ് ഡോട്ട് ഡി ആർ എന്ന് കിട്ടും. അത് നേരത്തെ കിട്ടിയ ഇക്വേഷനിൽ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C1 എഫ് ഡോട്ട് ഡി ആർ മൈനസ് ഓഫ് ഇന്റഗ്രൽ ഓവർ മൈനസ് C2 എഫ് ഡോട്ട് ഡി ആർ എന്ന് കിട്ടും. നൗ C1ഉം മൈനസ് C2ഉം പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്കുള്ള രണ്ട് ഡിഫറെന്റ് പാത്തുകളാണ്. ലൈൻ ഇന്റഗ്രൽസ് റീജിയൻ ആറിൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിരുന്നു. സോ ഇന്റഗ്രൽ ഓവർ C1 എഫ് ഡോട്ട് ഡി ആറും ഇന്റഗ്രൽ ഓവർ മൈനസ് C2 എഫ് ഡോട്ട് ഡി ആറും സെയിം ആയിരിക്കും. അതിൽ നിന്നും ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദെൻ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യാം. റീജിയൻ ആറിലെ ഏതൊരു ക്ലോസ്ഡ് പാത്ത് സി ചൂസ് ചെയ്താലും ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ 0 ആണെന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈ റീജിയണിൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്നാണ്. അതിനുവേണ്ടി റീജിയൻ ആറിലെ രണ്ട് ആർബിട്രറി പോയിന്റ്സ് എയും ബിയും ചൂസ് ചെയ്യുന്നു. എയിൽ നിന്നും ബിയിലേക്കുള്ള രണ്ട് ഡിഫറെന്റ് പാത്തുകളാണ് C1 ആൻഡ് C2 എന്ന് അസ്യൂം ചെയ്യുക. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഓവർ C1 എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C2 എഫ് ഡോട്ട് ഡി ആർ എന്നാണ്. C2 എയിൽ നിന്നും ബിയിലേക്കുള്ള പാത്താണെങ്കിൽ മൈനസ് C2 സെയിം കേവിലൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബിയിൽ നിന്നും എയിലേക്കുള്ള പാത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ സി ഈക്വൽ ടു C1 യൂണിയൻ മൈനസ് C2 ഒരു ക്ലോസ്ഡ് പാത്ത് ആയിരിക്കും. Then by our assumption integral of c f dot dr equal to 0. That is integral over C1 union minus C2 f dot dr equal to 0. ലൈൻ ഇന്റഗ്രൽസിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ഇന്റഗ്രൽ ഓവർ C1 f dot dr പ്ലസ് ഇന്റഗ്രൽ ഓവർ മൈനസ് C2 f dot dr ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇന്റഗ്രൽ ഓവർ മൈനസ് C2 f dot dr ഈക്വൽ ടു മൈനസ് ഓഫ് ഇന്റഗ്രൽ ഓവർ C2 f dot dr ആയതുകൊണ്ട് ഇന്റഗ്രൽ ഓവർ C1 f dot dr മൈനസ് ഇന്റഗ്രൽ ഓവർ C2 f dot dr ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇന്റഗ്രൽ ഓവർ C1 f dot dr ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C2 f dot dr. സോ ലൈൻ ഇന്റഗ്രൽ റീജിയൻ ആറിൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. ഇതാണ് നമുക്ക് കോൺവേഴ്സ് പാർട്ടിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണ് എന്ന് ചെക്ക് ചെയ്യുവാനുള്ള ടെസ്റ്റ് ആണ് ഇനി പറയുന്നത്. സപ്പോസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ജെ ഈസ് എ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ഇൻ ആൻ ഓപ്പൺ റീജിയൻ ആർ ആൻഡ് ദാറ്റ് P and Q are continuous and have continuous first partial derivatives in R. Then dou P by dou Y equal to dou Q by dou X for all ordered pair XY in region R.
Conversely, if the above conditions holds for all ordered pair xy in a simply connected region R, then f equal to p of xy I plus q of xy j is conservative in R. ഒരു വെക്റ്റർ ഫീൽഡ് എഫ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ജെ ഒരു ഓപ്പൺ റീജിയൻ ആറിൽ കൺസർവേറ്റീവും അതിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് പിയും ക്യൂവും കണ്ടിന്യൂസും അവയ്ക്ക് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഉണ്ടെങ്കിൽ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആയിരിക്കുമെന്നാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. കോൺവേഴ്സ് പാർട്ടിൽ പറയുന്നത് എഫിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് പിയും ക്യൂവും കണ്ടിന്യൂസും അവയ്ക്ക് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടാവുകയും ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ഫോർ ഓൾ ഓർഡേഡ് പെയർ എക്സ് വൈ ഇൻ എ സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആറുമാണെങ്കിൽ എഫ് ആർ റീജിയനിൽ കൺസർവേറ്റീവ് ആണെന്നാണ്. ഈ കോൺവേഴ്സ് പാർട്ടാണ് ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണ് എന്ന് ടെസ്റ്റ് ചെയ്യുവാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. കമ്പോണന്റ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കും. ദെൻ അവയ്ക്ക് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടോ എന്ന് നോക്കും. ദെൻ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ട് ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണോ എന്ന് നോക്കും. ദെൻ ഈ മൂന്ന് കണ്ടീഷൻസും ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആറിലെ എല്ലാ പോയിന്റ്സിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ആർ റീജിയനിൽ കൺസർവേറ്റീവ് ആയിരിക്കും. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ, ചെക്ക് വെദർ ദി വെക്റ്റർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ ഐ പ്ലസ് എക്സ് ജെ ഈസ് കൺസർവേറ്റീവ് ഓർ നോട്ട്. ഇവിടെ തന്നിട്ടുള്ള വെക്റ്റർ ഫീൽഡ് എഫിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ ആൻഡ് ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ്. രണ്ടും എൻറ്റയർ എക്സ് വൈ പ്ലെയിനിൽ കണ്ടിന്യൂസ് ആണ്. അതുപോലെ അവയ്ക്ക് എക്സ് വൈ പ്ലെയിനിലെ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. എൻറ്റയർ എക്സ് വൈ പ്ലെയിൻ സിംപ്ലി കണക്റ്റഡ് ആണ്. ഹിയർ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു 1 and dou q by dou x equal to 1. So dou p by dou y equal to dou q by dou x for all ordered pair xy in xy plane. So by the above result, vector field f conservative ആണ്. Then next question, determine whether the vector field f of xy equal to x square minus 2y cube I plus x plus 5yj is conservative. ഇവിടെ p of xy equal to x square minus 2y cube and q of xy equal to x plus 5y. Dou p by dou y equal to minus 6y square. Dou q by dou x equal to 1. So അവ ഈക്വൽ അല്ല. സോ ഈ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് അല്ല. Then next question, determine whether the vector field f of xy equal to minus y into e raised to minus xy I minus x into e raised to minus xyj is conservative. ഇവിടെ എഫിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് p of xy equal to minus y into e raised to minus xy and q of xy equal to minus x into e raised to minus xy. ഈ രണ്ട് ഫംഗ്ഷൻസും എൻറ്റയർ എക്സ് വൈ പ്ലെയിനിൽ കണ്ടിന്യൂസ് ആണ്. അതുപോലെ അവയ്ക്ക് രണ്ടിനും എക്സ് വൈ പ്ലെയിനിലെ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. എൻറ്റയർ എക്സ് വൈ പ്ലെയിൻ സിംപ്ലി കണക്റ്റഡ് ആണ്. ഡോ പി ബൈ ഡോ വൈ കാണുമ്പോൾ പ്രൊഡക്റ്റ് റൂളും ചെയിൻ റൂളും യൂസ് ചെയ്യണം. ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു minus y into dou by dou y of e raised to minus xy plus dou by dou y of minus y into e raised to minus xy. Dou by dou y of e raised to minus xy കാണുമ്പോൾ ചെയിൻ റൂൾ യൂസ് ചെയ്യണം. dou by dou y of e raised to minus xy equal to e raised to minus xy into minus x ആണ്. അതുപോലെ dou by dou y of minus y equal to minus 1. ഇത് രണ്ടും യൂസ് ചെയ്യുമ്പോൾ
dou p by dou y equal to minus y into e raised to minus xy into minus x plus minus 1 into e raised to minus xy എന്ന് കിട്ടും. That is dou p by dou y equal to xy into e raised to minus xy minus e raised to minus xy. ഇതുപോലെ ഡോ ക്യൂ ബൈ ഡോ എക്സ് കാണുമ്പോഴും പ്രൊഡക്റ്റ് റൂളും ചെയിൻ റൂളും യൂസ് ചെയ്യണം. ഡോ ക്യൂ ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് വൈ പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് വൈ ഇൻറ്റു മൈനസ് വൈ minus 1 into e raised to minus xy. That is dou q by dou x equal to xy into e raised to minus xy minus e raised to minus xy. So dou p by dou y equal to dou q by dou x for all odd pair xy in the xy plane. So ഈ വെക്റ്റർ ഫീൽഡ് xy പ്ലെയിനിൽ കൺസർവേറ്റീവ് ആണ്.